ഓടക്കാലി പള്ളിയിൽ അരങ്ങേറിയ രാജ്യത്തിന്റെ പരമോന്നത കോടതി വിധിയെ ഏറ്റവും തരംതാഴ്ന്ന രീതിയിൽ വില കൽപ്പിക്കാതെ കേരള സർക്കാരും വിഘടിത യാക്കോബായക്കാരും പലപ്പോഴായി നടത്തിവരുന്ന നാടകമാണ്. രാവിലെ പള്ളിയിൽ വിളിച്ചു പറയുന്നു, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പോലീസ് എത്തും, അതിനു മുൻപേ എല്ലാവരും പള്ളിയിൽ പ്രവേശിക്കണമെന്ന്. അത് കഴിഞ്ഞ് പ്രവേശിക്കാൻ അനുവാദം തരില്ലത്രേ. പതിവ് പോലെ വീടിന് ഭാരമായ കുറച്ചുപേർ എത്തുന്നു. 5 മണിക്ക് അറിയിച്ച പോലെ പോലീസ് എത്തിച്ചേർന്നു. പള്ളിയിലേക്കുള്ള പ്രവേശനം തടയാൻ വേണ്ടത്ര ആളുകൾ ഇല്ലാത്തതിനാൽ പോലീസ് ഗേറ്റിൽ ചാരി നിന്നു. കപ്പയും ഇറച്ചിയും പവർ വാട്ടറുമായി വിഘടിതരെത്തി. ജലപീരങ്കി, ഫയർഫോഴ്സ്, കൂറ്റൻ ഉരുക്ക് വേലിക്കെട്ട് തുടങ്ങിയ എല്ലാവിധ സംവിധാനവുമായിട്ടാണ് വൻ പോലീസ് സന്നാഹം എത്തിച്ചേർന്നത്. ഇത്രയും സൗകര്യം ഒരുക്കിയിട്ടും വിളിച്ചുകൂട്ടിയിട്ടും 60-ൽ താഴെ ആളുകൾ മാത്രമേ എത്തിയുള്ളൂ. അതിൽ തന്നെ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ഇടവകക്കാർ. മറ്റുള്ളവരെല്ലാം പുറകെ നിന്ന് വന്നവരാണ്. ആൾക്കൊന്നിന് 4 പോലീസുകാരാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്ന IPS ഓഫീസർ മുതൽ ഉന്നതതല വകുപ്പ് ഉദ്യോഗസ്ഥരെയും സാധാരണ പോലീസുകാരെയും വരെ ജനത്തിന് കാണുവാൻ കഴിഞ്ഞു. ഇതിൽ ഏറ്റവും വലിയ രസം, ഗേറ്റ് പൂട്ടിയിരിക്കുന്ന ലോക്ക് ഫയർഫോഴ്സ് കട്ട് ചെയ്യുമ്പോൾ പരിശീലനം കിട്ടിയ നടികൾ വെറുതെ കുഴഞ്ഞു വീഴുകയും അങ്ങനെ കുഴഞ്ഞു വീഴുമ്പോൾ ചാടിപ്പിടിക്കാൻ ആളുകൾ തയ്യാറായി നിൽക്കുന്ന സീനാണ്. 6 പേരോളം ഇങ്ങനെ വീണപ്പോൾ ഇവരെ അത്യാഹിത വിഭാഗങ്ങളിൽ എത്തിക്കാൻ 6 ആംബുലൻസ് ആണ് റെഡിയായിരുന്നത്. കോതമംഗലം പള്ളി ഹോസ്പിറ്റലിൽ വീഴുന്നവർക്കെല്ലാം ഫ്രീ ചികിത്സ. വെന്റിലേറ്റർ വേണോ എന്നും ചോദിക്കും. ഏതായാലും തലകറങ്ങി വീഴുന്നത് പുതിയ പകർച്ചവ്യാധി രോഗമാണോ എന്ന സംശയത്താൽ നാടകം അവസാനിപ്പിച്ച് പിരിഞ്ഞു. അവിടെ നടന്നത് ഒരു യാക്കോബായക്കാരൻ തന്നെ വെളിപ്പെടുത്തുന്ന സാക്ഷ്യം കേൾക്കണം. വെറുതെ പോലീസ് മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതി പോലീസിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളോട് പകയുണ്ടാക്കാനുള്ള കാരണമായത്. ഇതിൻ്റെ ഇടയ്ക്ക് ഗേറ്റിൻ്റെ ഇടയ്ക്ക് കൈ വെച്ചു. അപ്പോൾ 1-2 പോലീസുകാർ അത് കൈ മാറ്റാൻ ശ്രമിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി. ഈ വെയിലും ഈ കഠിനമായ ചൂടിലൊക്കെ മോഹാലസ്യപ്പെട്ട് വീണു. അങ്ങനെയൊക്കെയുള്ളൂ. വേറെ വലിയ സംഭവം ഒരു പോലീസ് മർദ്ദിച്ചു എന്ന് പറയാൻ, പോലീസ് പ്രകോപനപരമായി പെരുമാറി എന്ന് പറയാനെന്നുള്ളൊരു വലിയ സംഭവം അവിടെ ഉണ്ടായില്ല. കാരണം പോലീസിന് ആ പള്ളി പിടിച്ചു കൊടുക്കണമായിരുന്നെങ്കിൽ കോമ്പൗണ്ടിനകത്ത് പള്ളിയുടെ വരാന്തയിൽ നിറച്ച് പോലീസായിരുന്നു. അവർ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ആ ഗേറ്റിൽ നിന്നൊക്കെ വിശ്വാസികളെ അകത്തേക്ക് വിടാതെ ആ പള്ളിയെ തുറന്നു കൊടുത്താൽ നിഷ്പ്രയാസം അവർക്ക് കൊടുക്കാമായിരുന്നു. വെറുതെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാകാനും അവരുടെ ആത്മവീര്യം കെടുത്താൻ പാകത്തിനുള്ള പോലീസ് മർദ്ദിച്ചെന്നുള്ള വാക്കുകൾ ഒഴിവാക്കുക. ഈ ഒന്നിലും തള്ളിലും മോഹാലസ്യപ്പെട്ട് വീണു അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് പോലീസ് മർദ്ദിച്ചു എന്ന് പറയരുത് പ്ലീസ്. അവരാരും ഒരു അലമ്പിന് വന്നില്ല. പിന്നെ 1-2 പോലീസുകാർ അവരെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങൾ പോലീസ് മർദ്ദിച്ചു എന്ന് പറയാൻ പാകത്തിന് ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഈ അസുഖം തുടങ്ങിയത് മഴുവന്നൂർ പള്ളിയിൽ നിന്നാണ്. അത് പിന്നെ പുളിന്താനം, തുടർന്ന് ഓടക്കാലി, കൂടാതെ തൃശൂർ, പാലക്കാട് ജില്ലകളിലേക്കും വ്യാപിച്ചു. ഈ പുതിയ രോഗം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. വേണ്ടിവന്നാൽ ലോകാരോഗ്യ സംഘടനയിലും അറിയിക്കണം. ഈ നാടകം എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? സമൂഹത്തെ കബളിപ്പിക്കാൻ നാണമില്ലേ? സമൂഹത്തിന്റെ മുന്നിൽ എന്തിനാണ് ഇങ്ങനെ പോലീസിനെയും ഉന്നത ഉദ്യോഗസ്ഥരെയും കോമാളികളാക്കുന്നത്? ഇതൊന്നും 2 പ്രാവശ്യമല്ല, പല പ്രാവശ്യമായി. ഓരോ നാടകത്തിന്റെയും ചിലവ് ലക്ഷങ്ങളാണ്, അതും ജനത്തിന്റെ പിടലിയിൽ.